നമസ്തേ, എല്ലാവർക്കും സുഖമല്ലേ? പതിവ് പോലെ ഇന്നും രാവിലെ എഴുന്നേറ്റ് കുളിച്ചു, വിളക്കൊക്കെ തെളിയിച്ചു. എന്നിട്ട് മോർണിംഗ് വാക്കിന് പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. എന്നിട്ട് ചായയൊക്കെ ഇട്ട് കുടിച്ചേ. ഇന്നും ഇത് ദോശയും സാമ്പാറും കേട്ടോ കഴിക്കാൻ. കൂടെ ഞാൻ നോക്കിയപ്പോൾ പച്ചക്കറി കുറവായിരുന്നു, മത്തങ്ങയും ഇളവനുമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുഴപ്പമില്ല, പരിപ്പുണ്ടെങ്കിൽ തന്നെ ഒരു സാമ്പാറിന് തിക്നെസ്സും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ പരിപ്പും ഈ മത്തങ്ങയും ഇളവനും പച്ചമുളകും തക്കാളിയും കൂടി ഇട്ട് ഒരു സാമ്പാർ വെക്കാമെന്ന് കരുതി കേട്ടോ. ഏതായാലും ഞാനിന്ന് തട്ട് ദോശ കണക്കുള്ള കുട്ടി ദോശകളായിട്ടാണ് ഉണ്ടാക്കുന്നത്. തട്ടുകടയിലൊക്കെ കിട്ടില്ലേ, അങ്ങനെയുള്ള ദോശയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഏതായാലും അപ്പം നിങ്ങൾ കരുതി ഇതെന്തിനാ സാമ്പാറിന് അരയ്ക്കുന്നതെന്നല്ലേ. ഇത് ഇന്ന് ഉച്ചയ്ക്ക് മത്തങ്ങ എരിശ്ശേരി ആട്ടോ. നമ്മൾ തേങ്ങ വറുത്തും കൂടി ഇടില്ല, അതിനല്ലേ ഞങ്ങളുടെ നാട്ടിൽ അതിനാട്ടോ എരിശ്ശേരി എന്ന് പറയാം. അപ്പോൾ ഒന്ന് ഉച്ചക്കലത്തേക്ക് മത്തങ്ങ എരിശ്ശേരിയും കോവയ്ക്ക ഫ്രൈയും കോവയ്ക്ക തോരനും അപ്പളമൊക്കെ ആട്ടോ. ഏതായാലും നമ്മുടെ പരിപ്പൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുകയാണ് കേട്ടോ. അത് പറയുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ എനിക്ക് ഈ ദോശയും സാമ്പാറും കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഈ കുട്ടി ദോശ കാണുമ്പോൾ ഓർമ്മ വരുന്നത്, ഞങ്ങളുടെ നാട്ടിൽ ഒരു കടയുണ്ട് കേട്ടോ, ദാമോദരൻ പിള്ളയുടെ കടയെന്ന് പറയും. ദാമോദരൻ പിള്ളയാണ് കേട്ടോ അവിടെ ദോശയൊക്കെ ഉണ്ടാക്കുന്നത്. ദാമോദരൻ പിള്ളയും വൈഫും കൂടി കേട്ടോ. വളരെ നല്ല ടേസ്റ്റ് ആട്ടോ. ആ കടയിൽ വേറെ ഒന്നുമില്ല, ഈ ദോശയും സാമ്പാറും ഉണ്ട്, ചായയും ഉണ്ട്. പിന്നെ അല്ലാതെ പണ്ട് കിട്ടും, നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല, മധുരസേവ, പിന്നെ ബോളി, വെട്ട് കേക്ക്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അന്നൊക്കെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അതിനൊക്കെ. ഞാനൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയാലും അപ്പൂപ്പനോട് പറഞ്ഞിട്ട്, എൻ്റെ അപ്പൂപ്പൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഈ ദാമോദരൻ പിള്ള. അപ്പോൾ അപ്പൂപ്പനോട് പറയും, അപ്പൂപ്പ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വരുമോ. അപ്പൂപ്പൻ പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വരും കേട്ടോ അവിടെ നിന്ന്, പിന്നെ ഈ ദോശയും സാമ്പാറും. എന്നിട്ട് അപ്പൂപ്പൻ പറയും, ചായ കുടിച്ചെങ്കിലും ഒരു ഗ്ലാസ് ചൂട് ചായ ഇട്ടൊന്ന് കുടിച്ച് നോക്കൂ, അതിൻ്റെ കൂടെ വേറൊരു ലെവൽ ടേസ്റ്റ് ആണെന്ന് കേട്ടോ. ആ രുചിയൊക്കെ ഇപ്പോഴും എൻ്റെ നാവിലുണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ മത്തങ്ങ എരിശ്ശേരിക്കുള്ള പയറൊക്കെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ കുട്ടി ദോശകൾ റെഡിയായി. സാമ്പാർ, നല്ല ചൂട് സാമ്പാറും റെഡിയായി കേട്ടോ. അപ്പോൾ ദാമോദരൻ പിള്ളയുടെ കടയിലെ പ്രത്യേകത, അതിനകത്ത് വെണ്ടയ്ക്കയും ഇത് കണക്ക് ഈ ഇളവനും പിന്നെ ഇതുണ്ടാവും, സവാള, പച്ചമുളക്, തക്കാളി, ഇത്രേ ഉണ്ടാവുള്ളൂ. വേറെ പച്ചക്കറി ഒന്നും ഉണ്ടാവില്ല. പക്ഷേ വേറെ ലെവൽ ടേസ്റ്റ് കേട്ടോ. നിങ്ങൾക്കറിയില്ലേ, ഈ വെണ്ടയ്ക്ക വെന്ത് കഴിയുമ്പോൾ അതിനകത്ത് അതിൻ്റെ സീഡ്സ് ഇങ്ങനെ പർപ്പിൾ കളറിൽ കിടക്കും കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. അപ്പോൾ എന്തായാലും എൻ്റെ ഇന്ന് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നില്ല, പിന്നെ അത്രയൊക്കെ ടേസ്റ്റ് ഒന്നും വന്നില്ല കേട്ടോ. എങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, ആ കടയിലെ ടേസ്റ്റ് ഒന്നും വന്നില്ല. എങ്കിലും ഞാൻ എരിവ് കുറച്ചട്ടോ സാമ്പാർ വെച്ചത്. എന്തിനാണെന്നറിയോ, ഞാൻ ഈ യൂട്യൂബിൽ ഈ സ്ട്രീറ്റ് ഫുഡ്സിൻ്റെ ഒരു ചാനലിൽ കണ്ടതാട്ടോ. കുറച്ച് ദോശയും ഒരുപാട് കറി ഒഴിച്ച് കഴിക്കുന്നത്, ഒരു നല്ല യമ്മി ആയിട്ടാണ് കഴിക്കുന്നത് കണ്ടത്. അപ്പം ഞാനും ഇപ്പം അങ്ങനെ ട്രൈ ചെയ്യുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ്, ദോശ കയറി അങ്ങ് കുതിരും. സാമ്പാറിന് ഒത്തിരി എരിവ് പാടില്ല കേട്ടോ, ഒത്തിരി എരിവ് പാടില്ല. ഏതായാലും ഉച്ചക്കലത്തേക്ക് മത്തങ്ങ എരിശ്ശേരി ഉണ്ട്, അപ്പളം, കോവയ്ക്ക മെഴുക്ക് പുരട്ടി, കോവയ്ക്ക തോരൻ, പിന്നെ ഉപ്പിലിട്ട മുളക്, ഇത്രയാട്ടോ ഇന്നുള്ളത്. ഇത്രയൊക്കെ തന്നെ ധാരാളമല്ലേ. കാരണം എനിക്ക് തോന്നുന്നു ഈ മത്തങ്ങ എരിശ്ശേരി അപ്പളമായിട്ട് കഴിക്കുമ്പം തന്നെ നമുക്ക് വയറ് നിറയും കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ നല്ല കോവയ്ക്ക ഇരുന്നു, നല്ല കോവയ്ക്ക. അപ്പോൾ ഇരുന്നാൽ കേടായി പോകല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അതും കൂടെ അങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഏതായാലും ഞാൻ പിന്നെ പുറത്ത് പോയിട്ടോ, എനിക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു. പുറത്ത് പോയപ്പോൾ നല്ല സ്വീറ്റ് പൊട്ടേറ്റോ, മധുരക്കിഴങ്ങ് കിട്ടി കേട്ടോ. അപ്പം ഞാൻ വൈകിട്ട് ചായക്ക് മധുരക്കിഴങ്ങും പിന്നെ ഈ തക്കാളിയും സവാളയും കൂടെ മുളകും ഉപ്പും പുളിയും വെളിച്ചെണ്ണയും കൂടി ഇട്ട് ഇങ്ങനെ ഒരു ഉടയ്ക്കുന്ന ഒരു കറി ഉണ്ടല്ലോ, അങ്ങനെ ഒരു കറിയും കൂടെ ഉണ്ടാക്കിയിട്ടാട്ടോ ഞങ്ങൾ വൈകിട്ട് ചായ കുടിച്ചത്. പിന്നെ എനിക്ക് കുറച്ച് കിട്ടി, മാങ്ങ. അപ്പം മാങ്ങ ഉപ്പിലിട്ട് വെച്ചു. പിന്നെ എനിക്ക് കുറച്ച് തൈര് ഉടയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം ചെയ്ത് വെച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതിന് മുന്നേ നിങ്ങൾക്ക് ഞാൻ പുറത്ത് പോയ കുറച്ച് ഷോർട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ, അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇന്നെനിക്ക് ഞാനൊരു ഈ ക്ലേ ഒക്കെ വിൽക്കത്തില്ലേ, ക്ലേ പോട്ട്സൊക്കെ, അവിടെയാണ് പോയത്. അവിടെ നിന്ന് എനിക്ക് പിന്നെ ചെടിച്ചട്ടി മേടിക്കാനുണ്ടായിരുന്നു, കുടം മേടിക്കാനുണ്ടായിരുന്നു, അങ്ങനെ കുറേ സാധനം മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ അതൊക്കെ മേടിച്ചു. ഇത് തിരിച്ച് വരുന്ന വഴിക്ക് ഉള്ള കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ ഞാൻ ചെടി വാങ്ങാൻ കയറിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ചെടിയൊന്നും കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് മേടിച്ചില്ല. പിന്നെ രാത്രിയിലേക്ക് ചപ്പാത്തി വെക്കാമെന്ന് കരുതി. കാരണം ഇന്ന് ചീര കിട്ടി കേട്ടോ, നല്ല ചീര കിട്ടി. അപ്പോൾ ചീരയും ചപ്പാത്തിക്കകത്ത് ചീര വെച്ചിട്ടുള്ള ചീര ചപ്പാത്തി അതുണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ചീരയെന്ന് വെച്ചാൽ ഒരു പിടി വാങ്ങിച്ചാൽ തന്നെ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ കരുതി ചീരയും പരിപ്പും കൂടി ഇട്ടിട്ട് ഒരു കറിയും കൂടി വെക്കാമെന്നേ, ദാൽ കറി. അപ്പോൾ സാധാരണ നമ്മളിത് പരിപ്പ് മാത്രം ഇട്ടായിരിക്കും വെക്കുക, പക്ഷേ ഇന്ന് ചീര കൊണ്ടുള്ളതുകൊണ്ട് അതും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കേട്ടോ. നല്ലതല്ലേ അങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി കഴിക്കാൻ അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഒരു പൊട്ടറ്റോ വെച്ചിട്ട് ഒരു ഫ്രൈയും അത്രയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് സന്തോഷം. താങ്ക് യു.